ആലപ്പുഴ വയലാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയെ ട്രാൻസ്ജെൻഡർ അരുണിമ M. കുറുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വനിതാ സംവരണ സീറ്റിൽ മത്സരിക്കുന്നതിൽ യാതൊരു നിയമപ്രശ്നവുമില്ലെന്ന് അരുണിമ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 102-3 നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അരുണിമ മനോഹരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്തിൽ 2 ഡിവിഷനുകളിലാണ് UDF ഇത്തവണ ട്രാൻസ്ജെൻഡറുകളെ മത്സരിപ്പിക്കുന്നത്. അതിൽ വയലാറിൽ നിന്ന് മത്സരിക്കുന്ന അരുണിമയാണ് എന്നോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് അരുണിമ ഇറങ്ങിയിട്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ആളുകളുടെ റെസ്പോൺസ് ഉണ്ട്? എങ്ങനെയാണ്? നല്ല റെസ്പോൺസാണ് കേട്ടാ. സാധാരണ ആളുകളെ പോലെ തന്നെ നമ്മൾ സാധാരണക്കാരാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു സ്നേഹമാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാ മാറ്റം എല്ലായിടത്തും ഇവിടെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മാറുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്? കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടായി, അതെല്ലാം ക്ലിയർ ചെയ്തു. അതിനുശേഷം സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞു. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ലീഗലി എല്ലാം ഓക്കെയാണ്. ഈ പൊതുവെ നിങ്ങളൊരു LDF കാൻഡിഡേറ്റ് ആയിരുന്നു, കുറച്ചുകൂടെ ഒരു ഇത്തരം ആളുകൾക്ക് കുറച്ചുകൂടെ ഒരു പിന്തുണ കിട്ടിയേനെ, അല്ലെങ്കിൽ UDF കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഒരു പിന്തുണ കിട്ടുന്നില്ലാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എൻ്റെ ലീഡർഷിപ്പ് എല്ലാം ഇവിടെയുണ്ട്. എൻ്റെ എല്ലാ ലീഡേഴ്സ് പൊതുവെ സമൂഹ മാധ്യമങ്ങളുടെ അടക്കം ഒരു ബുദ്ധിജീവി പിന്തുണകൾ അങ്ങനെയൊന്നുമില്ല. ആദ്യം ഇങ്ങനെ പുരോഗമനം പറഞ്ഞു നടക്കുകയല്ലല്ലോ, പ്രവൃത്തിയിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ ലീഡേഴ്സും നാഷണൽ ലെവലുള്ള ലീഡേഴ്സും എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. ഒത്തിരി സന്തോഷം. അപ്പോൾ എല്ലാവിധമായ ആശംസകളും. ഒത്തിരി. ബോണിയ വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.